അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വേൾഡ് കപ്പ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണാൻ പറ്റുമോ, എന്താണ് അതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം എന്നുള്ളതൊക്കെ നമ്മളിടയിൽ നടക്കുന്ന ചർച്ചയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായി വേൾഡ് കപ്പ് കാണൽ ആളുകൾ പെട്ടെന്ന് ചോദിക്കുക എന്ന് വെച്ചാൽ എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ചോദിക്കുക ഹറാമാണോ ഹലാലാണോ, ഹറാമാണോ. അപ്പൊ ഈ ഒരു രൂപത്തിലുള്ള ആ ചോദ്യം തന്നെ ഒന്നാമത് ശരിയില്ല. ഇസ്ലാമിൽ എല്ലാ കാര്യത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരങ്ങൾക്ക് കിട്ടൂല. ഇത് ഹറാം ഇത് ഹലാൽ എന്നൊന്നും കിട്ടൂല. നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ശക്തമായ ഭാഷയിൽ പറയുന്നതുണ്ട്, ശക്തമല്ലാത്ത ഭാഷയിൽ പറയുന്നതുണ്ട്. തീർത്തും ഹറാം എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഹറാം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി തെളിവുകൾ വരണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് നമ്മൾ പറയുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആ വിഷയത്തിലുള്ള അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് ഹറാം ഹലാൽ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ദുനിയാവ് നമ്മളെ ഇബാദാത്തുകളുമായി ബന്ധപ്പെടാത്ത ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ കൃത്യമായി അതിനെ നിരോധിക്കുന്ന വിധത്തിലുള്ള ഒരു തെളിവ് വരാത്തിടത്തോളം കാലം അതിന്റെ അടിസ്ഥാന വിധി ഹലാലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണുക, ഇത്തരം വിഷയങ്ങളിലൊക്കെ അടിസ്ഥാന വിധി നിർബന്ധം എന്തായാലും അത് ഹലാൽ തന്നെയായിരിക്കും. അത് ഹറാമാണ് എന്നതിനൊന്നും കൃത്യമായ തെളിവ് വരാത്തിടത്തോളം കാലം ഹലാലായിരിക്കും. ഇനി ഇവിടെ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആമുഖമായി തന്നെ പറയാം. ഇനി ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹലാലുകളും എത്രയും ചെയ്യാം, അല്ലെങ്കിൽ ഹലാലുകൾക്ക് പരിധി ഇല്ലാത്ത ഒരു മതമാണോ ഇസ്ലാം? അല്ല, എല്ലാ ഹലാലുകൾക്കും പരിധിയുണ്ട്. ഇൻഫാക്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏതൊരു ഹലാലും സൂക്ഷിച്ച് നമ്മളൊന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ആ ഹലാൽ മക്രൂഹ് ആവുന്ന ഒരു സ്റ്റേജ് എത്തും. അതുപോലെ തന്നെ അത് ഒന്നും കൂടി മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാവുന്ന അവസ്ഥയും വരാം. അഥവാ ആ ഹലാല് നമ്മൾ ചെയ്യുന്നതിന്റെ അളവും പരിധിയുമാണ് ഇവിടെ പ്രശ്നം. ഇപ്പൊ ഫുട്ബോൾ കാണുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി എപ്പോഴാണ് അതിന്റെ പരിധി, അല്ലെങ്കിൽ അതിന്റെ പരിധി വിടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇത് ഓരോരുത്തരുടെയും കേസ് ടു കേസിൽ ഇത് ഡിഫറെന്റ് ആയിരിക്കും. കേസ് ടു കേസ് ബേസിസിൽ ഇത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഫുട്ബോളോ വേൾഡ് കപ്പോ കാരണം നമ്മൾ ചെയ്യേണ്ട സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കുറെ നന്മകൾ, ആ നന്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മക്രൂഹിലേക്ക് എത്തും. അതിലൊരു സംശയമില്ല, അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഇനി അതല്ല, നമ്മുടെ വാജിബാത്തുകളെ ബാധിച്ചാലോ? നമുക്ക് വാജിബാത്തുകളായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട്. ആ നമുക്ക് നിസ്കാരങ്ങൾ വാജിബായിട്ടുള്ള നിസ്കാരങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് ഹറാമാണ്. ഇതാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ വിഷയത്തിൽ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയാനുള്ളത്. ഇനി ഇസ്രാഫ് അഥവാ അമിതമായി നമ്മൾ ചെലവഴിക്കുക, അത് എല്ലാ വിഷയത്തിലുണ്ട്. അത് പണത്തിന്റെ വിഷയത്തിലുണ്ട്, സമയത്തിന്റെ വിഷയത്തിലുണ്ട്. അപ്പൊ സമയത്തിന്റെ വിഷയത്തിൽ നമ്മൾ വല്ലാതെ അധികം നമ്മുടെ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റും വിനോദങ്ങളും ഹലാലുകളും ഒക്കെ എടുക്കാം. പക്ഷെ അതിന് നമ്മളൊരു പരിധി വെക്കണം. നമ്മൾ അമിതമായി അതിന്റെ ഒരു തലക്ക് ഭ്രാന്ത് പിടിച്ച് ഇതിൽ നടക്കരുത് എന്നുള്ളത് നമ്മൾ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അമിതമായി നമ്മൾ നമ്മുടെ വാജിബാത്തുകളെ ബാധിക്കാത്ത വിധത്തിൽ, നമ്മൾ നമ്മുടെ സുന്നത്തുകളെ ബാധിക്കാത്ത വിധത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ചില ആളുകൾ ഈ വേൾഡ് കപ്പിനെ വിമർശിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം. ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി നമ്മൾ അമിതമായി നമ്മൾ പണം ചെലവഴിക്കുക. ഇപ്പൊ ഈ ഫ്ലെക്സ് അടിക്കുന്നത്, ഞാൻ ഇത് ഒരു വലിയ ഗുരുതരമായ ഹറാമാണെന്നൊന്നല്ല പറയുന്നത്. മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ജ്വരമുള്ള ഒരു നാടാണ് നമ്മളത്. പക്ഷെ നമ്മളെക്കാൾ ഫുട്ബോൾ ജ്വരമുള്ള ഒരു നാടാണ് സൗദി അറേബ്യ. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. അവർക്ക് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു ടീമുണ്ട്, നമ്മളെക്കാൾ പ്രൊഫഷണൽ, നമ്മുടെ നാടിനേക്കാൾ വളരെയധികം സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ടീമാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ആരും തന്നെ ഈ ഫ്ലെക്സ് അടിക്കാനും ഇതിനൊക്കെ നടന്ന് അവിടെ ഹോർഡിങ്സും ഇതൊന്നും കാണാൻ പറ്റൂല. അപ്പൊ ഈ ഫ്ലെക്സും ഹോർഡിങ്സ് ഒക്കെ സത്യത്തിൽ അത് ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയാൽ നമ്മൾ എടുത്ത് കളയേണ്ട ഒരു കാര്യമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ആക്ച്വലി റോഡിൽ അത് സ്ഥാപിക്കുന്നത് അത് ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പബ്ലിക് ഹോർഡിങ്സ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായി ഇതിനു വേണ്ടി പണം ചെലവഴിക്കുക. നമുക്ക് ഈ പണം എത്രയോ ലക്ഷങ്ങളാണ് ഈ ജില്ലയിൽ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മളൊരു ഫ്ലക്സ് അടിക്കുന്നതും പോസ്റ്റർ അടിക്കുന്നതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളും. അപ്പൊ ഇന്ന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പേപ്പർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഇന്ന് പോസ്റ്റേഴ്സും ലഘുലേഖകൾ അടിക്കുന്നതിന് പകരം ഇന്നെല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ന്
വളരെ സിമ്പിളായി പണം ചെലവഴിക്കാതെ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. അത് കൂടുതൽ ഇഫക്റ്റീവ് ആണ് താനും. അപ്പൊ എന്തുകൊണ്ട് അത്തരം മാർഗങ്ങളിലേക്ക് പോയിക്കൂടാ ഇവർക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഫ്ലക്സ് അടിക്കുന്ന അമിതമായി അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇനി അത് ഹറാമാണെന്ന് പറയാൻ അല്ലെങ്കിൽ അത് കാണരുതെന്ന് പറയാൻ ചില ആളുകൾ സൂചിപ്പിക്കുന്ന കാരണങ്ങൾ, ഒന്ന്, ഈ വേൾഡ് കപ്പ് കാണുന്ന സമയത്ത് ചില മോശപ്പെട്ട കാഴ്ചകൾ അത് ഇടയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകും, അഥവാ അതിലേതെങ്കിലും സ്ത്രീകളുടെ ഒക്കെ ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഹലാലായ സ്ഥലത്ത്, അഥവാ നമുക്ക് ഫുട്ബോൾ കാണാൻ ഹലാലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഹറാമായ കാഴ്ചകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ണുകൾ താഴ്ത്തുക. ആ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കാതിരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഹലാലായ കാര്യമാണ്, നമുക്ക് യാത്രകൾ പോവാം, ടൂറ് പോവാം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഹറാമായ കാഴ്ചകൾ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കണ്ണുകൾ താഴ്ത്തും. അതല്ലാതെ അവിടെ ഒരു ഹറാമായ ഒരു കാഴ്ച വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഹലാല് മൊത്തത്തിൽ നമുക്ക് ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ശരി, അത്രയും സൂക്ഷ്മത ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഈ വേൾഡ് കപ്പ് കാണാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മളെപ്പോലെ ഒരു ആവറേജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ വേൾഡ് കപ്പ് കാണും. പക്ഷെ അത്രയും സൂക്ഷ്മത ഉള്ള ആളുകൾ ആ വേൾഡ് കപ്പ് കാണാനുള്ള സമയം കൂടി എടുത്തിട്ട് ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം ആ ദർജയിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദീനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവറേജ് ആയിട്ടുള്ള ആളുകൾ, എന്നെയും നിങ്ങളെയും പോലെ ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ദീനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്, നമ്മൾ ഏതൊക്കെയോ നാടുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അഥവാ നമ്മൾ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളൊക്കെ ഉള്ളൊരു നാടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ കളി കാണാൻ പാടില്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അല്ല. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നോക്കി. മക്കക്കാർക്ക് അതിലൊന്നുമില്ല, ഖുറൈശികൾക്കും അതിലൊന്നുമില്ല. പക്ഷെ മക്ക മുശ്രിക്കുകൾക്ക് കൂടുതൽ അഫിനിറ്റി ഉണ്ടായിരുന്നത് പേർഷ്യക്കാരോടായിരുന്നു. കാരണം പേർഷ്യക്കാർ അഗ്നി ആരാധകരും മക്ക മുശ്രിക്കുകളുടെ മതവുമായി ചെറിയ സാമ്യത ഉള്ളവരും, റോം എന്ന് പറയുന്ന അഹ്ലു കിതാബരും അത് മുസ്ലിങ്ങളുടെ മതവുമായി ചെറിയ സാമ്യത ഉള്ള ആളുകളായിരുന്നു. ആ സമയത്ത് റോം യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ റോമിന്റെ കൂടെ മാനസികമായി ഒപ്പം കൂടുകയും മുശ്രിക്കീങ്ങൾ പേർഷ്യയുടെ കൂടെ മാനസികമായി ഒപ്പം കൂടുകയും, അങ്ങനെ പേർഷ്യ വിജയിക്കുമ്പോൾ മുസ്ലിങ്ങൾ അത് വിഷമം ഉണ്ടാവുകയും ചെയ്യുന്നൊക്കെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ല. അതിന്റെ പേരിൽ ഇത് കാണാതിരിക്കണം എന്ന് പറയുന്നതും ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ല. അപ്പോ ഓൾ ടുഗെദർ എനിക്കൊരു സമ്മറി ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഹലാലായ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ വാജിബാത്തുകൾ, നമ്മൾ നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങളും നമ്മുടെ സക്കാത്തും ഇതിനൊന്നും ബാധിക്കരുത്. രണ്ടാമത്തെ കാര്യം, അത്തരം വിഷയങ്ങൾ, രണ്ടാമത്തെ കാര്യം നമ്മൾ ഹറാമുകളിലേക്ക് വന്നു പെടരുത് എന്നുള്ളത് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.